എടാടാ തേയിലടിച്ച് കളയരുതട്ടോ. പോട്ടെ പോട്ടെ. ഹായ്, ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്കിപ്പാറ മല എന്ന് പറയുന്നൊരു മലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാട്ടുകാരല്ലാതെ പുറത്തുനിന്ന് ആരും തന്നെ ഇതുവരെ അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത, എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണിത്. ഇവിടേക്ക് വരണമെങ്കിൽ നമ്മുടെ ഏലപ്പാറ, വാഗമൺ ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ നമ്മൾ കൊച്ചുകരിന്തരുവി എന്ന് പറയുന്ന സ്ഥലത്ത് വരണം. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു 2 കിലോമീറ്ററോളം കയറ്റമൊക്കെ കയറി വരുമ്പോഴാണ് മലയിപ്പുതുവേൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ ട്രക്ക് ചെയ്തിട്ട് വേണം ഈ മലയിലേക്ക് എത്താനായിട്ട്. ഈ മലയുടെ പേര് ചക്കിപ്പാറ മല എന്നാണ്. ഇവിടെ ഇപ്പം നിലവിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തരി പോലും ഇല്ല ഇവിടെ. ഇനി ആരെങ്കിലും അല്ലെങ്കിൽ വരാൻ ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ വരികയോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളാരും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു തരി പോലും ഇവിടെ ഇടാതിരിക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇവിടേക്ക് കയറി വരാനായിട്ട് നല്ല പാടുണ്ട്. അതായത് കുറച്ച് ദൂരം കുറച്ച് കാട് പോലെ സ്ഥലങ്ങളുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് തേയിലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുണ്ട്. അതിനുശേഷം വേണം ഈ കാണുന്ന ഒരു നിരപ്പായിട്ടുള്ളൊരു പ്രതലത്തിലേക്ക് വരാനായിട്ട്. ഇവിടെ പന്നികളൊക്കെ ഉണ്ട്, മുയലുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇവിടേക്ക് കയറി വന്നാൽ ഉള്ള വൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ട, നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് വീഡിയോയിലൂടെ എന്ന് എനിക്കറിയില്ല. ഈ താഴെ ഈ കാണുന്ന റിസോർട്ടുകൾ പണിതുകൊണ്ടിരിക്കുന്നതാണ്. അത് റിസോർട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് നമ്മൾ കയറി വന്നാലുള്ളൊരു വൈബ് എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും ഗംഭീരമാണ്, അത്രയ്ക്കും ഭംഗി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വർണ്ണനാതീതമാണ് ഇവിടുത്തെ ഭംഗി. അതുപോലെ തന്നെ ക്ലൈമറ്റ് ആണെങ്കിലും നമ്മൾ കൂടുതലും വരുവാണെങ്കിൽ കുറച്ച് അതിരാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വെയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരുവാണെങ്കിൽ കുറച്ചധികം അതിരാവിലെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഈവനിങ് ആയിട്ട് വരിക. ഒരു 3:30-4 മണി ആ ഒരു സമയത്തൊക്കെ വന്നാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ നടക്കാനുള്ള ഒരു സമയം കൂടെ കണക്കൂട്ടിയിട്ട് വേണം നമ്മളിങ്ങോട്ട് പുറപ്പെടാനായിട്ട്. ഇവിടെ ഈ ഇംഗ്ലീഷ് അക്ഷരം എയുടെ രൂപത്തിലാണ് ഇവിടെ റിസോർട്ടുകൾ പണിതുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഇവിടുത്തെ കാറ്റ് അതിഭയങ്കരമാണ്. ഇപ്പോൾ സ്വല്പം കാറ്റ് കുറവാണെങ്കിലേ ഉള്ളൂ. ചില സമയങ്ങളിൽ കാറ്റ് നമുക്ക് പറഞ്ഞറിയാവുന്നതിൽ അപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ കാറ്റിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ രൂപത്തിലുള്ള റിസോർട്ടുകൾ, ബിൽഡിങ്ങുകൾ പണിയുന്നതിൻ്റെ കാരണം. പിന്നെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് കരുതുക. അതുപോലെ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിൽ കഴിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. കാരണം ഇവിടെ താഴെ നമ്മൾ കയറി വരുന്നിടത്തൊന്നും കടകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഏരിയയിലൊന്നും ഒന്നും തന്നെ കിട്ടാനുള്ള യാതൊരുവിധ സ്കോപ്പും ഇല്ല. അപ്പോൾ അതൊക്കെ നേരത്തെ വാങ്ങി വച്ചതിന് ശേഷം മാത്രം നമ്മൾ ട്രക്കിങ്ങിന് പുറപ്പെടുക. വീണ്ടും എടുത്തു പറയാനുള്ള മറ്റൊരു പ്രധാന കാര്യം, ദയവായി ഇവിടേക്ക് വരുന്നവർ വേസ്റ്റ് ഇടാതിരിക്കുക. അതായത് ഫുഡിൻ്റെ വേസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ എന്തിൻ്റെ വേസ്റ്റ് ആണെങ്കിലും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഒട്ടും തന്നെ ഇടാതിരിക്കുക. കാരണം നാളെ വരികയാണെങ്കിലും നമുക്ക് പിന്നീട് വരുന്ന തലമുറയ്ക്കാണെങ്കിലും നമ്മൾ വേസ്റ്റ് ഇവിടെ ഇടാതിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഈ ഒരു ഭംഗി നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗിയെല്ലാം നശിച്ചു പോവും. പിന്നീട് വരുന്നവർക്കിത് കാണുന്നതിന് തന്നെ ഒന്നും തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു വൈബ് ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് പിന്നീട് വീണ്ടും പറയുന്നത്. അപ്പോൾ ഓക്കെ, കഴിയുന്നവർ വന്ന് നല്ല സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോവുക. ഓക്കെ, ബായ്.
ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ലതല്ലേ എവിടെ മേലെ അപ്പം നാളെ പോകാനില്ല ആശുപത്രി വല്ലതും പോകണേന് പോകാലോ. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. താക്കോല് കൊണ്ടേക്കാം. താക്കോല് മേടിച്ചിട്ട് ചേട്ടൻ ഞാൻ അകത്ത് മോട്ടറിൻ്റെ സ്വിച്ച് ഹാളിനകത്ത് ബി തുറന്ന് PLCക്ക് കഴിയുമ്പം ഉള്ള ഒരു സ്വിച്ച് ഉണ്ട്. 2 സ്വിച്ച് താത്തിടും. അതിനകത്ത് ആദ്യത്തെ സ്വിച്ച് മറ്റേ മോട്ടറിൻ്റെ